ഭക്തർ വഴിപാടിന് നൽകുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങി ചെർപ്പുളശ്ശേരി തൂതാ ഭഗവതി ക്ഷേത്രത്തിലെ ക്ലർക്ക് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. ദേവസ്വം മന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ മലബാർ ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിലാണ് ക്ലർക്ക് രാമകൃഷ്ണൻ സ്വന്തം ഫോൺ നമ്പറിലുള്ള ഗൂഗിൾ പേ വഴി പണം സ്വീകരിച്ച് ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ ശൈശവവിവാഹം നടത്താൻ അനുമതി നൽകിയതിൻ്റെ പേരിൽ നിലവിൽ സസ്പെൻഷനിലാണ് ക്ലർക്ക് രാമകൃഷ്ണൻ. അസാധാരണമായ സാമ്പത്തിക തട്ടിപ്പാണ് തൂതാ ഭഗവതി ക്ഷേത്രത്തിലെ ക്ലർക്കിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ വരാൻ കഴിയാത്തവരും പതിവായി എത്തുന്നവരുമായ ഭക്തർ വഴിപാട് കഴിക്കുന്നതിനുള്ള തുക ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ഓൺലൈൻ വഴി നൽകും. ഇത്തരത്തിലുള്ള തുക 20 വർഷക്കാലമായി ക്ലർക്കായി ജോലി ചെയ്യുന്ന രാമകൃഷ്ണൻ സ്വന്തം ഫോൺ നമ്പറിലെ ഗൂഗിൾ പേയിലേക്ക് വാങ്ങിക്കും. ആവശ്യപ്പെടുന്നവർക്ക് രസീതി നൽകും. രസീതി നൽകുന്നതിലും തട്ടിപ്പുണ്ട്. കമ്പ്യൂട്ടർ പ്രിൻ്റ് സംവിധാനമുള്ള ക്ഷേത്രത്തിൽ പ്രിൻ്റ് രസീതി നൽകാതെ പേന കൊണ്ട് രസീതിയിൽ എഴുതി നൽകും. ഇത് കണക്ക് പരിശോധനയിൽ വരികയുമില്ല. ഇങ്ങനെ ഓരോ മാസവും ശമ്പളത്തിനു പുറമെ ഭീമമായ തുക ക്ലർക്കിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈൻ വഴി പണം വാങ്ങാൻ സ്വന്തം മൊബൈൽ നമ്പർ തന്നെയാണ് ക്ഷേത്രം ലെറ്റർ ഹെഡ്, രസീതി, പ്രസാദം നൽകുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റിൽ പോലും ക്ലർക്കിൻ്റെ സ്വകാര്യ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. ജീവനക്കാരും ഭരണസമിതിയും സ്വന്തം അക്കൗണ്ടിലേക്ക് ക്ഷേത്രത്തിലേക്കുള്ള പണം സ്വീകരിക്കരുത് എന്ന രേഖാമൂലമുള്ള നിർദ്ദേശം മലബാർ ദേവസ്വം ബോർഡ് നൽകിയതാണ്. ക്ഷേത്രത്തിന് വിജയ ബാങ്കിലും സഹകരണ ബാങ്കിലും അക്കൗണ്ട് ഉള്ളപ്പോഴാണ് സ്വന്തം അക്കൗണ്ടിലേക്ക് ജീവനക്കാരനായ ക്ലർക്ക് പണം സ്വീകരിച്ചത്. ഇവയെല്ലാം പരിശോധിക്കേണ്ട ചുമതല വഹിച്ചിരുന്ന ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർമാരും മാനേജർമാരും സംശയത്തിൻ്റെ നിഴലിലാണ്. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ക്ലർക്ക് രാമകൃഷ്ണനെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് അന്വേഷണം നടത്താൻ ശുപാർശ ചെയ്യാനും മലബാർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചേക്കും.